Hello friends, welcome back to Technique Malayalam. In നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലി ഈ ബ്രാൻഡിൻ്റെ ഫോൺസ് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തിട്ടില്ല. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐടെൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അവർ ഏറ്റവും പുതിയ ഡിവൈസായ S23+ എന്ന് പറയുന്ന ഡിവൈസാണ്. ഇത് 15,000 റുപ്പീസിന് താഴെ വരുന്ന ഒരു ഡിവൈസാണ്. ഇൻഫാക്ട് ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 13,999 രൂപ എന്താണ് വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ ഐടെൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് പലർക്കും ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. അവർ ട്രാൻഷൻ ഹോൾഡിങ്സിൻ്റെ പാർട്ടാണ്. ട്രാൻഷൻ ഹോൾഡിങ്സ് പറഞ്ഞാൽ ഇൻഫിനിക്സും ടെക്നോ ഉണ്ടാക്കുന്ന അതേ ബ്രാൻഡ് തന്നെയാണ് ഐടെൽ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ 3 ബ്രാൻഡാണ്, ഒരു സബ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻഫിനിക്സ്, ടെക്നോ, ഐടെൽ 3 ബ്രാൻഡ്സ് ആണത്. ഐടെൽ കൂടുതലും ഫീച്ചർ ഫോൺസ് ആണ് ഇറക്കിയിരുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ. പക്ഷേ ഇപ്പോൾ അവർ സ്മാർട്ട് ഫോൺ കൊണ്ട് ഇടയ്ക്കും കുറച്ച് സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇറക്കിയിരുന്നു. ഹൃതിക് റോഷനാണ് അവരുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് എനിക്ക് തോന്നുന്നു. ഐടെൽ S23+. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്, ഐടെലിൻ്റെ S23+. ഇത് അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പൊതുവെ ബഡ്ജറ്റ് ഡിവൈസസ്, വളരെ ബഡ്ജറ്റ് ഡിവൈസസ് ഞാൻ അത്ര എടുക്കാറില്ല. എങ്കിലും ഇതിൽ കുറച്ച് എക്സൈറ്റിംഗ് ആയ ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് S23+ ഒന്ന് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ്. നിങ്ങൾക്ക് ഉണ്ടല്ലേ എഴുതിയതാണ് 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ, 16 GB റാം. 16 GB എന്ന് പറഞ്ഞാൽ 8+8 ആണ്. 256 GB സ്റ്റോറേജ്, കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 2 year വാറണ്ടി, അതും നല്ല ഒരു അടിപൊളി ഫീച്ചറാണ്. പിന്നെ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഫ്രീ, ഒരു ടൈം, അതായത് 6 monthsനുള്ളിൽ ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഒരു തവണ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡിവൈസിൻ്റെ കർവ് ഡിസ്പ്ലേ കാണാം. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ എഴുതിയിട്ട് AMOLED ഡിസ്പ്ലേ, 50 MP ഡ്യുവൽ AI ക്യാമറ, 32 MP സെൽഫി ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അപ്പോൾ വളരെ ചുരുക്കം ഫോൺസ് AMOLED ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ താഴെ 15,000 റുപ്പീസിന് താഴെ കൊണ്ടുവരില്ല. ആദ്യമായിട്ടൊന്നും അല്ല, ഒബ്വിയസ്ലി അല്ല, വേറെ ഫോൺസ് വന്നിട്ടുണ്ട്. പക്ഷേ AMOLED ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വളരെ കുറവാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ 8 GB റാം, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. AI ക്യാമറ, AI അസിസ്റ്റൻ്റ് ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്. അതേപോലെ 18 watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. NFC-യും ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. പ്രോസസ്സർ പറഞ്ഞാൽ T616 ടൈഗർ SoC ആണ് വരുന്നത്. യൂണിസോക്കിൻ്റെ ടൈഗർ ഒക്ടകോർ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബ്രേക്ക് ത്രൂ വിത്തൗട്ട് ലിമിറ്റ്സ് എഴുതിയാണ്. സൂപ്പർ ഡിസൈൻ ബൈ ഐടെൽ. പിന്നെ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അപ്പോൾ ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് വരുന്നത് നമുക്കൊരു കേസാണ്. പിന്നെ വാറണ്ടിയും സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഓഫറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരില്ലേ ഒരു സ്റ്റാൻഡേർഡ് TPU കേസ്, ഒരു ഫ്രോസ്റ്റഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് നമുക്കൊരു കേബിളാണ്, ഒരു Type-C ചാർജിങ് കേബിളാണ് ഇല്ലേ, Type-C ചാർജിങ് കേബിളാണ്. 18 watt ചാർജിങ് ആണ് സപ്പോർട്ടഡ്. അപ്പോൾ Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു അഡാപ്റ്ററാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ ഒരു 18 watt അഡാപ്റ്ററാണ്. ചാർജർ ഉണ്ട്, പക്ഷേ ഇത് 18 watt സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു ചെറിയ ചാർജറാണ്. 18 watt അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഐടെൽ S23+. അപ്പോൾ നമുക്ക് അൾട്രാ മാട്രിക്സ് ലെൻസ് കാണാം. ഇവിടെ ഒരു LED ലെൻസാണ്, LED ലൈറ്റാണ്. ഡ്യുവൽ ക്യാമറയാണ്, ഒരു ഡെപ്ത് സെൻസറും ഒരു 50 MP ക്യാമറയും ഇവിടെ ഒരു 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസൈനിലേക്ക് വരാം. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണെന്ന് പറയാം. പ്രത്യേകിച്ച് ക്യാമറ ലേഔട്ടൊക്കെ നല്ല ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ സൂപ്പർ രീതിയാണ്, അതെന്തിനാ മനസ്സിലായതില്ല. പിന്നെ ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷാണ്. ഇത് പോളികാർബണേറ്റ് മെറ്റീരിയലാണ്, ഗ്ലാസ്സൊന്നും അല്ല കേട്ടോ, പോളികാർബണേറ്റ്. പക്ഷേ എങ്കിലും നല്ലൊരു മാറ്റ് ഫിനിഷാണെന്ന് പറയാം. പിന്നെ സൈഡ്സും കേർവ്ഡ് ആണ്, 2 സൈഡും കേർവ്ഡ് ആണ്. അതായത് ഡിസ്പ്ലേൻ്റെ സൈഡും കേർവ്ഡ്, ബാക്ക് പാനലും കേർവ്ഡ്. മോൾ ഭാഗത്ത് ഡിസൈൻ ബൈ ഐടെൽ എന്ന് എഴുതി കാണാം. താഴത്ത് നമുക്ക് കിട്ടുന്ന USB Type-C പോർട്ട്, സിം ട്രേ, സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ ഒരു നല്ല ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. അത്രയ്ക്കൊന്നും ഹെവി അല്ല, അറൗണ്ട് 190 ഗ്രാംസിന് താഴെ വരുന്നുള്ളൂ. പിന്നെ ഡിസ്പ്ലേ ആണ് ഞാൻ കണ്ടില്ലേ കേർവ്ഡ്. പിന്നെ ബെസൽസ് ആണെങ്കിലും നല്ലതാണ്, കണ്ടില്ല, വളരെ മിനിമൽ ബെസൽസ് ആയി കൊടുത്തിട്ടുള്ളൂ. നല്ലൊരു ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. എന്താ പറയുക, 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൂ എന്നുള്ളതാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് 120 Hz ഇപ്പോൾ എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 60 Hz വരുന്നുള്ളൂ. ചില കോംപ്രമൈസസ് ഒബ്വിയസ്ലി ഉണ്ടാവും. ഇതിൽ കേർവ്ഡ് AMOLED ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇതിനകത്ത് 60 Hz റിഫ്രഷ് ചെയ്യുള്ളൂ. പക്ഷേ അത് ആക്ച്വലി നമ്മൾക്ക് ഒരുപാട് 120 Hz പാനൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഒരു ഡിസ്പ്ലേയിലുള്ള ഒരു സ്മൂത്ത്നെസ് കുറവ് ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ 120 Hz നമുക്ക് 60 Hz വരുമ്പോൾ ഒബ്വിയസ്ലി അത് ഇവിടെ
ഫീലിംഗ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചെടിയില്ല അത്രയ്ക്കൊരു സ്മൂത്ത് അല്ല, ചെറിയൊരു ചെടിയിൽ ഒരു സ്റ്റട്ടറിങ് മാതിരി കാണാം. അത് കൂടുതൽ നമ്മൾ 120 Hz പാനലുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് തീം മാറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്, അതിലൊരു സംശയമില്ലേ. ഇത് ആക്ച്വലി ഹാഫ് ബ്രൈറ്റ്നസ്സേ ഉള്ളൂ, എന്നിട്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഇതിനകത്ത് Android 13 ആണ് വരുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു കസ്റ്റം UI ആണ്. ഇത് സിസ്റ്റം എന്ന് എടുത്ത് നോക്കാം. സിസ്റ്റം അല്ല, എബൌട്ട് ഫോൺ എടുത്തേക്കാം. ഇതിനകത്ത് Itel S23 പ്ലസ് ഇതിൻ്റെ UI ഡീറ്റെയിൽസ് എല്ലാം തന്നെയുണ്ട്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. Itel ഡീറ്റെയിൽസ് CPU-ന് കാണാം. Tiger T616 SoC ആണ്. 50 MP ഡ്യുവൽ ക്യാമറ, അതേപോലെ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 5000 mAh ബാറ്ററിന് 8+8 GB എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ നമുക്ക് കാണാം. Android 13 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, Android 13 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഏതാണ്ട് ഇൻഫിനിക്സിന് അതേ UI ഒക്കെ തന്നെയാണ് വരുന്നത്. മെമ്മറി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വരും ഡ്യുവൽ ആപ്പ്, വീഡിയോ സപ്പോർട്ട്, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെ സെയിം ആണ്. പിന്നെ നമുക്ക് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് കൊള്ളാം. UI എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ഓഫ് കോഴ്സ് ഇത് എന്താ പറയുക, നമ്മുടെ ഇൻഫിനിക്സിൻ്റെയൊക്കെ ഏതാണ്ട് അതേ UI ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ആ 120 Hz ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ Android 13 ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലോട്ട് വേസിൻ്റെ സീൻ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട്. WPS ഓഫീസ് ഉണ്ട്, അതേപോലെ വിഷ പ്ലെയർ, തീം സപ്പോർട്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡാണ്. എങ്കിലും ഒരുപാട് ബ്ലോട്ട് വേസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. റിലേറ്റീവ്ലി കുറവാണെന്ന് പറയാം. അതും കുഴപ്പമില്ലാത്തൊരു ആസ്പെക്റ്റാണ്. കാരണം ഇവൻ റെപ്യൂട്ടഡ് ബ്രാൻഡ് വരെ ഒരുപാട് ബ്ലോട്ട് വേസ് ഷിപ്പ് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ നമുക്ക് അത്രയ്ക്കധികം ബ്ലോട്ട് വേസ് ഇല്ല എന്നുള്ളത് ഒരു സമാധാനകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് യൂണിസോക്കിൻ്റെ T616 Tiger SoC ആണ്. ഇത് ഒരു റിലേറ്റീവ്ലി ഒരു എൻട്രി ലെവൽ ചിപ്പാണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു പെർഫോമൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. എന്നാലും ഒരു ഒക്ടോകോർ പ്രോസസ്സർ, ഒരു ഡീസൻറ്റ് ഒക്ടോകോർ പ്രോസസ്സർ എന്നുള്ളത് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഗെയിമിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തന്നെ അത്രയ്ക്ക് ഒരു നല്ലതല്ല. പക്ഷേ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. 8 GB RAM ഉണ്ട്, അതേപോലെ 256 GB സ്റ്റോറേജ് ഉണ്ട്. UFS 2.2 സ്റ്റോറേജ് ആണ്. പിന്നെ നമുക്ക് RAM എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഒന്ന് എബോ ആവറേജ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ലാഗ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല എൻ്റെ മിനിമൽ യൂസേജിൽ. അപ്പോൾ അതാണ് SoCൻ്റെ കാര്യം പറയാൻ. ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു ഫീച്ചറാണ്. പലർക്കും അതൊരു പ്രീമിയം ഫീച്ചറായി വരുമെങ്കിലും ഇപ്പോൾ നമുക്ക് ഈവൻ ബഡ്ജറ്റ് ഫോൺസിൽ 15,000 രൂപയുടെ താഴെയുള്ള ഫോൺസിൽ അത് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഇതൊരു 4G ഡിവൈസാണ്. ഇത് 5G സപ്പോർട്ടില്ല. യൂണിസോക്ക് T616 4G ഡിവൈസാണ്. അപ്പോൾ 4G സപ്പോർട്ടേ ഉള്ളൂ. ബാക്കി 4Gൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാര്യം നടക്കും. ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയിലോട്ട് വരാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 MP പ്രൈമറി ക്യാമറയും പിന്നെ അതിനൊപ്പം തന്നെ ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഇല്ല, ക്യാമറ സെൻസർ ഏതാണെന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്. പിന്നെ നമുക്ക് കൂടി 32 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ക്യാമറ UI ഒന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഏറെക്കുറെ സിമിലർ UI ആണ്. 1080p റെസൊല്യൂഷനാണ്. സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 1080p റെസൊല്യൂഷനാണ് വരുന്നത്. ഫോട്ടോ മോഡ്, ബ്യൂട്ടി മോഡ്, സൂപ്പർ നൈറ്റ് മോഡ്, പിന്നെ അതേപോലെ അൾട്രാ HD അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ബേസിക് സിംഗിൾ ക്യാമറ സിസ്റ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡ്യുവൽ ആണെങ്കിലും പോർട്രേറ്റ് മോഡ് മാത്രമേ ഉള്ള ഡെപ്ത് സെൻസർ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ബേസിക് ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല. വീഡിയോ റെക്കോർഡിംഗ് അറൗണ്ട് 1080p റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം Itel S23 പ്ലസ് എടുത്ത ക്യാമറ സാമ്പിൾസാണ്. ക്യാമറ സാമ്പിൾസ് എനിക്ക് ക്വൈറ്റ് സർപ്രൈസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. ഈവൻ നമ്മൾ ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കളേഴ്സ് ഒബ്വിയസ്ലി കുറച്ച് ബൂസ്റ്റഡാണ്. സാച്ചുറേഷൻ ലെവൽസ് കൂടുതലാണ്. അത് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പൊതുവെ വരുന്നതാണ്. ഈവൻ പ്രീമിയം സെഗ്മെൻറ്റ് വരെ ചില ഫോൺസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പലർക്കും ഇഷ്ടപ്പെടും ക്യാമറ സാമ്പിൾസ് ഒക്കെ കാണുമ്പോൾ. എന്താ വെച്ചാൽ നല്ല വിവിഡ് ആൻഡ് ബ്രൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ സാമ്പിൾസ് കുഴപ്പമില്ലെന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്യാമറ സാമ്പിൾസ് Itel S23 പ്ലസ് എന്നെടുത്ത്. അപ്പോൾ ഇനി ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. ഇതിനകത്ത് 18 വാട്ട് ചാർജിങ് ആണ്. 5000 mAh 18 വാട്ട് എന്ന് പറഞ്ഞാൽ പ്രോബ്ലി 1.5 to 2 hours എടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡേ ഉള്ളൂ. ബഡ്ജറ്റ് ഡിവൈസിൻ്റെ ഒരു സ്പീഡേ ഉള്ളൂ. ബാറ്ററി കപ്പാസിറ്റി നല്ലതാണ്. പക്ഷേ ബാറ്ററി ലൈഫ് ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. എനിക്കൊന്നൊരു ആവറേജ് 1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. സാധാരണ എല്ലാ ഫോൺസും ആ റേഞ്ചിലൊക്കെ ലാസ്റ്റ് ചെയ്യണം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതും കിട്ടുന്നതാണ് വേറൊരു ആസ്പെക്ട്. എന്തായാലും ടെസ്റ്റ് ചെയ്ത് ഞാൻ പറയാം.
അപ്പോൾ ഇതായിരുന്നു ഐടെൽ S23 പ്ലസിൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിങ്. ഇതിൽ ഇഷ്ടപ്പെട്ട എനിക്ക് കാര്യങ്ങൾ നല്ല ഒരു ഡിസൈനാണ്, പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. വ്യത്യസ്തമായി പറഞ്ഞാൽ ഒരുപാടല്ല, എന്നാലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കുറച്ചും കൂടെ ബെറ്റർ ലുക്കിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കർവ്ഡ് സൈഡ്സ് ആണ്, പിന്നെ നല്ല AMOLED ഡിസ്പ്ലേ ആണ്, നല്ല ബ്രൈറ്റ്നെസ് ആണ്, അത്യാവശ്യം നല്ല ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട്, അത്യാവശ്യം ഡീസൻറ്റ് ബാറ്ററി ലൈഫ് ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ലതുണ്ട്. പോരായ്മകൾ എന്ന് പറഞ്ഞാൽ യൂണിസോക് T616 അത്രയ്ക്കൊരു പവർഫുൾ ചിപ്പ് അല്ല എന്നുള്ളതാണ് ബേസിക് കാര്യം. പിന്നെ ഇത് 5G ഡിവൈസ് അല്ല, 4G മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോൾ ഇതാണ് ഐടെൽ S23 പ്ലസിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഡിവൈസ് ഇപ്പോൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഓൺലൈൻ സ്റ്റോഴ്സിലും ഓഫ്ലൈനിലൊക്കെ അവൈലബിൾ ആണ് ഐടെലിൻ്റെ S23 പ്ലസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരികയാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.